അല്ല വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? വെളുപ്പിനത്തെ വണ്ടിയിലെ പള്ളുരുത്തിലെ അളിയനും കുടുംബം വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈശ്വര, പശു പെറ്റ കാര്യം അവരറിഞ്ഞു. ഇവിടെ മഴയുണ്ടോ അമ്മേ? ഇന്നലെ പള്ളുരുത്തിയിൽ ഭയങ്കര മഴയായിരുന്നു. ഇങ്ങനെയാണല്ലേ ഇവിടെ മഴ പെയ്യും. വെറും മഴയല്ല, ഇടിവെട്ടിയുള്ള മഴ. അല്ല, മഴയുടെ കാര്യം. അമ്മേ, ദേ മാമൻ വന്നു. അളിയോ, കിഷോർ കുമാർ അവിടെ വന്നില്ലേ? അവന് പരീക്ഷയാ. നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞു. നീ ഇവിടെ ഉണ്ടായിട്ടാണോടാ കൃഷ്ണൻകുട്ടി ഈ വയ്യാത്ത അമ്മയെ കൊണ്ട് പശുവിനെ കറപ്പിക്കുന്നത്? നാട്ടുകാർ കണ്ടാൽ എന്തോ പറയും? ഏയ്, അത് അമ്മ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നല്ലേ. പശുവിനെ കറക്കാനും ഗാർഡനിങ്ങിനും വേണ്ടി ഒരു സർവന്റിനെ ഫിക്സ് ചെയ്തിരുന്ന അയാളുടെ അപ്പോയിന്റ്മെന്റ് അമ്മ അപ്രൂവ് ചെയ്തില്ല. ആള് ഫിറ്റല്ലത്രേ, ഓരോരോ പിടിവാശികളെ. പശു പെറ്റ ഓരോ അറിയിച്ച് ആരാടി പ്രസന്ന ചേച്ചി കത്തെഴുതിയത്? ആരും കത്തെഴുതിയതൊന്നുമല്ല. ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാ അതിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോയത്. ആ മാസക്കണക്കനുസരിച്ച് വന്നതാ. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? വന്ന് കയറിയപ്പോഴേ പശുവിനെ വിറ്റ് കിട്ടുന്ന കാശിന്റെ വീതം വെപ്പും കഴിഞ്ഞു. ചുറ്റമ്മ ഒരു കുറ്റി പുട്ടും കൂടിത്താ. 3 കുറ്റി പുട്ട് കഴിച്ചിട്ട് 3 മിനിറ്റ് പോലും ആയില്ല. ഇതെവിടാടാ പോകുന്നത്? പ്രാവാതിരി പുട്ടുണ്ടേ കൊടുക്ക്. ഇവന് കൊക്കപ്പുടിന്റെ സൂക്കടുള്ളതുകൊണ്ട് എപ്പോഴും വിശപ്പാ കൃഷ്ണൻകുട്ടി. അച്ഛന്റെ മോൻ തന്നെ. അളിയന്റെ അസുഖല്ലേ അവനും കിട്ടിയിരിക്കുന്നത്. നീ കുറച്ചുകൂടെ പുട്ട് കൊടു. മൊനിഞ്ഞു വന്നേ. ഇന്ന് എത്ര കുറ്റി പുട്ട് തിന്നു? 5. ഇനി എത്ര കുറ്റിയൂടെ തിന്നും? 5. കൃഷ്ണൻകുട്ടി ചേട്ടാ, കൃഷ്ണൻകുട്ടി ചേട്ടാ, കൃഷ്ണൻകുട്ടി ചേട്ടോ. എന്താടാ? ചേട്ടൻ കർണന്റെ കിരീടം എടുത്തായിരുന്നോ? കിരീടമാ? ഞാനെന്തിനു കർണന്റെ കിരീടം എടുക്കുന്നത്? ഭാര്യ ചേച്ചി പറഞ്ഞല്ലോ, ചേട്ടൻ കർണന്റെയും കൃഷ്ണന്റെയും കിരീടം എടുത്ത് ബാഗിൽ വെച്ചിട്ട് പൈസ തന്നാലേ തിരിച്ചെടുത്തുള്ളൂ. പൈസ തന്നാലേ? അവളുടെ അച്ഛനായിരിക്കും എടുത്തത്. അതിന് പരമു ചേട്ടൻ കഴിഞ്ഞ കളിക്ക് വന്നില്ലല്ലോ. എന്നാ അവളുടെ അമ്മയായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടി തുറന്നു നോക്കുമ്പോ കർണന്റെ കിരീടം കാണുന്നില്ല. ചെല്ലപ്പൻ ചേട്ടൻ ആദ്യം അറിയിക്കുക. ചേട്ടൻ അങ്ങോട്ടൊന്ന് വന്നേ. എന്താ മാഷെ? എന്റെ കൃഷ്ണൻകുട്ടി, പിറവത്തെ പരിപാടി കഴിഞ്ഞ പിന്നെ ഇന്നാ കിരീടപ്പെട്ടി ഉറക്കുന്നത്. കർണന്റെ കിരീടം കാണുന്നില്ല. വൈകുന്നേരം കളിയുള്ളല്ലേ, ഇനിയിപ്പോ എന്തോ ചെയ്യും? എനിക്കൊന്നും അറിയില്ലേ എന്റെ കർണ. ആശാനേ, ആശാനേ, കിട്ടി ആശാനേ, കിട്ടി. ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോ ക്യാമ്പിന്റെ പുറകെ കിടന്ന് കിട്ടി. ഇതാണോ? ഓടാ അവിടുന്ന്. ഇത്രയും നാള് ജനക്കാൻ നേരത്തിട്ട് കർണന്റെ കിരീടമാണ് ബ്രഹ്മാവിന്റെ കിരീടം അറിയാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാണ് ആ നൃത്തനാടകക്കാരായിട്ട് നടക്കുന്നത്? അല്ല, ഇതിനെന്താ കുഴപ്പം? കർണന്റെ കിരീടത്തിന് 3 കളവുണ്ടോ? ഒറ്റ കളവല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ കർണന്റെ കിരീടമാകും? ഇപ്പോഴോ? ഇപ്പൊ കറക്റ്റ് കർണന്റെ കിരീടം തന്നെ. എങ്ങനെയുണ്ട്? ആശാന്റെ ഒരു ദൈവാനുഗ്രഹം. ഏത് റോൾ എടുത്താലും ഇനി കുചേലനായിട്ട് രംഗത്ത് വന്നു, തനി കുചേലൻ തന്നെ. കർണനായിട്ട് വന്നു, തനി കുചേലൻ തന്നെ.